ഹേ ഗൈസ്, ഇതാണ് നമ്മളെ പുതിയ കാറും കാര്യങ്ങളൊക്കെ. ഞാൻ ഇന്ന് പുതിയ കാറും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ഇത് നമ്മളെ സിറ്റിയിലെ റയർ കാറാണ് ഗൈസ്. കണ്ട, ഈ എഞ്ചിൻ കവറൊന്നും ഉണ്ടാവില്ല, പക്ഷെ ഇത് റയർ കാറാണ് ഗൈസ്. ഇതിന്റെ എഞ്ചിനൊന്നും അത്ര പെട്ടെന്ന് നാശം ആവില്ല. നല്ല ബിൽഡ് ക്വാളിറ്റി ഉള്ള കാറും കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇതാണ് ഗൈസ് നമ്മളെ വണ്ടി. സംഭവം സീൻ തന്നെയാണ്. ഇതിന്റെ ലുക്കും കാര്യങ്ങളൊക്കെ മെയിൻ ആയിട്ട് എടുത്ത് പറയേണ്ടതാണ്. ഷിൻജാൻ വാടാ വണ്ടി കയറി നമുക്കൊരു ട്രിപ്പും കാര്യങ്ങളൊക്കെ, ട്രിപ്പല്ല ജസ്റ്റ് ഒന്ന് റൗണ്ട് അടിച്ചിട്ട് വരാം. ഓക്കെ, വണ്ടിക്ക് എന്ന് വെച്ചാൽ നല്ല പവറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിന്റെ എഞ്ചിന് പുറത്താന്നേ ഉള്ളൂ, എന്ത് തട്ടിയാലും നാശാവൊന്നുമില്ല. അത്ര പെട്ടെന്ന് അടിച്ചു പോകുന്ന സാധനം നല്ല ഇതിന്റെ എഞ്ചിൻ. അതാണ് ഞാൻ ഇത് എടുക്കാൻ കാരണം. സംഭവം ഇതിന്റെ പ്രൈസ്, മാർക്കറ്റിംഗ് പ്രൈസ് 2 കോടിയാണ് ഗൈസ്. ഈ ക്യാഷിന് സത്യം പറഞ്ഞാൽ നമ്മളെ സിറ്റിയിൽ ഓടുന്ന 2-3 ലിമോസിൻ വാങ്ങിച്ചേക്കാം. ഇവിടെ ലിമോസിനൊന്നും വലിയ പ്രാധാന്യമില്ല ഗൈസ്. ഇതാ പോകുന്ന ഒരു ലിമോസിന്, അതൊന്നും വലിയ കഥയില്ലാത്ത ലിമോസിനാണ്. നമുക്ക് എന്തായാലും ഇതിൽ കുറച്ച് റൗണ്ടൊക്കെ ഒന്ന് പോയിട്ട് വരാം. ഓക്കെ ഗൈസ്, നമ്മൾ കുറെ ദൂരമൊക്കെ പോയി എന്നിട്ട് വണ്ടിക്കൊരു ഇതുമില്ല. അല്ല, 2 അവിടെ പോയി വീണിട്ടുണ്ട്. അത് മൈൻഡ് ആക്കാണ്ട് നമുക്ക് വണ്ടി എടുത്ത് പോവാ. ഈ വണ്ടിക്ക് നല്ല മൈലേജ് ഒക്കെ ഉണ്ട്. സംഭവം ഇതിന്റെ പെട്രോളും കാര്യങ്ങളൊക്കെ ഞാൻ ഇന്നലെ അടിച്ചതാണ്, പക്ഷെ ഇതുവരെയായിട്ട് ഇതിന്റെ പെട്രോൾ ഒന്നും തീർന്നിട്ടില്ല. പക്ഷെ പെട്രോൾ അല്ല, സോറി, ഡീസലാണ്. ഇതൊരു ഡീസൽ വണ്ടിയാണ്. സംഭവം കിടിലൻ വണ്ടിയാണ് ഗൈസ്. കണ്ട, AC ഒക്കെ ഇട്ടിട്ട് പറക്കി വണ്ടി അല്ല. പിന്നെ നമ്മുടെ വണ്ടി മൊത്തം സീനാണ്. ഇനി നമുക്ക് ഇനിയും സീനാക്കണം. ഈ വണ്ടി വർക്ക്ഷോപ്പിലൊന്ന് കയറ്റിട്ടെ ഗ്ലാസ് ഒക്കെ ടിന്റ് അടിച്ച് സെറ്റ് ആക്കണം. നമ്മുടെ ഫ്രാങ്ക്ലി പുതിയ വണ്ടി എടുത്തെന്നൊക്കെ കേട്ടല്ലോ. ഫ്രാങ്ക്ലിനാ നിന്റെ പുതിയ വണ്ടിയാണുള്ളത്. ആടാ, നമ്മള് ക്യാഷ് നോക്കിയില്ല. ക്യാഷ് ഉണ്ട് എറിഞ്ഞു കൊടുത്തിട്ട് വണ്ടി അങ്ങനെ എടുത്ത് എറിഞ്ഞു കൊടുത്തിട്ട് വണ്ടി എടുക്കേ. എന്താ തമ്പുരാണ് കേൾക്കുന്നത്? ഫ്രാങ്ക്ലിനെ എനിക്ക് റൗണ്ട് തരുള്ള വണ്ടിയില് ചെള്ള ചെറുക്ക ആറാ നിന്റെ കള്ള സൂണ. നിങ്ങളെ ഈ കാര്യമൊക്കെ ഉണ്ടാ? നിങ്ങള് വണ്ടി പോയി എടുത്തിട്ട് റൗണ്ടൊക്കെ അടിച്ചിട്ട് പോരിയാ. ഈ ചെക്കൻ പറയണ കേൾക്കണ്ടായി പൊട്ടനാ. വേണ്ട, നീ പോയി റൗണ്ട് അടിച്ചിട്ട് വാ. ആരെ പേടിക്കണ്? നിന്റെ വണ്ടിയില്ലേ, എടുത്തിട്ട് പോയി റൗണ്ട് അടിച്ചിട്ട് വായോ. ഓക്കടാ ഫ്രാങ്ക്ലിനെ, നിന്റെ പോലത്തെ ഒരു ചങ്കിനെ കിട്ടിയത് നമുക്കൊരു വലിയ ഉപകാര. ഞാൻ എന്തായാലും റൗണ്ടൊക്കെ അടിച്ചിട്ട് വരാട്ടാ ഫ്രാങ്ക്ലിനെ. ആടെ നീ പോയി ഓടിച്ച് പവറാക്കിട്ട് വായോ. ഫ്രാങ്ക്ലി പോട്ടനെ പറ്റിച്ചിട്ട് ഈ വണ്ടിന്റെ കയ്യിലാക്കി. ഇനി ഓനക്ക് കിട്ടാൻ പോകുന്നില്ല. ഓൻ ഈ സ്വപ്നത്തിൽ പോലും വിചാരിക്കൂല ഈ വണ്ടി ഓന്റെ കയ്യിൽ കിട്ടുന്നു. ഇനിയത് വേഗം രാമേട്ടനെ കൈ കൊണ്ടിട്ടേ ഡീലാക്കട്ടെ. 2 കോടി എന്നല്ലോ പറഞ്ഞേ. ഇത് 3 കോടിക്ക് ഞാൻ വിൽക്കും. ഞാനാണെങ്കിൽ സിറ്റിത്തെ കോടീശ്വരൻ. ആ പൊട്ടനോട് അതിന്റെ കൂടെയുള്ള ചിമിട് പറഞ്ഞ് വണ്ടി കൊടുക്കണ്ട, എന്നിട്ടോ എന്നെ വിശ്വസിച്ച് തന്നത്. എന്താടാ ഷിൻജാനെ, നമ്മളെ പുതിയ വന്ന അയൽവാസി നമ്മളെ വണ്ടി കൊണ്ടിട്ട് ഇതിട്ട് കൊടുന്നിട്ടില്ലല്ലോ. 1 മണിക്കൂറായി നമ്മളുടെ കാത്തൊക്കെ തുടങ്ങിയിട്ട്. ഇന്ത്യക്കലാണെന്നുണ്ടെങ്കിൽ ആ ചങ്ങാന്റെ നമ്പറും ഇല്ല. വണ്ടി എടുത്ത് കൊടുത്തു. ഞാൻ അപ്പഴേ പറഞ്ഞല്ലേ അയാള് വലിയൊരു കള്ളനാണ്. ആ വണ്ടി കൊണ്ട് ഞാൻ മറച്ചു വെക്കും. ഇനി ഫ്രാങ്ക്ലിയൊക്കെ വണ്ടി കിട്ടുന്നില്ല. എടാ ഷിൻജാനെ കാര്യനാക്ക് കളിച്ചൊന്ന് പറയലടാ. അങ്ങനൊന്നും ഉണ്ടാവില്ലായിരിക്കും. ഞാള് വണ്ടി വന്ന് ചോദിച്ചാ കൊടുക്കാണ്ടിരിക്കാൻ പറ്റുമോ? കൊടുത്തിട്ട് ഇപ്പൊ എന്തായി? വണ്ടിയും പോയി ആളും പോയി. ഇത് മറ്റേ ഫ്രാങ്ക്ലിന്റെ വീടല്ലേ? കുറെ കാലം അവനെ കണ്ടിട്ട് അവനോടൊന്ന് കേറിയിട്ടൊക്കെ പോവാ. ചെക്ക സീനാണ് വണ്ടി. ഇന്നാണ് ഒരു ക്രിമിനലിനെ പിടിക്കാൻ ചെക്ക സഹായിച്ചത്. ഇപ്പൊ എന്തായാണ് അവന് ഇവിടെ ജീവനോട് ഉണ്ടോ എന്തോ. ആടാ ഫ്രാങ്ക്ലിനെ, ഷിൻജാനെ എന്തൊക്കെ ഉണ്ട്? സുഖല്ലേ? എന്താ ഫ്രാങ്ക്ലിനെ എന്തോ സങ്കടത്തിലിരിക്കണ പോലെയല്ലോ. വാസു സാറായിരുന്നു. ഒന്നും പറയണ്ട സാറേ, എന്റെ വണ്ടി ഒരു അടിച്ചു മാറ്റി കൊണ്ടുപോയി. അതിന്റെ അയൽവാസിയാണ്. ഓനിപ്പൊ കൊണ്ടുവരാന്ന് പറഞ്ഞിട്ട് പോയതാ. ഓന്റെ പേരെന്താ? നീ പറഞ്ഞു ഓന്റെ പേര് പറഞ്ഞേ. ഓന്റെ പേരെന്താ ഷിൻജാൻ? സുഗുണൻ. ഇവൻ പറഞ്ഞ കള്ള സുഗുണൻ അത്രേ. മറ്റേ ക്രിമിനൽ സുഗുണൻ. ഓനെ തപ്പിട്ടാണ് ഞങ്ങൾ നടക്കണ്. ഞാൻ അപ്പൊ അതിന്റെ കേസ് അന്വേഷിച്ച് വരരുന്ന്. ഓനെ എവിടെ ഉണ്ടാവാന്ന് എനിക്കറിയാം. നീ വന്ന് ഇങ്ങോട്ട് കേറി. ഓനെ മെയിൻ ആയിട്ട് ഞാൻ കാണാറുള്ള സ്പോട്ടിലോട്ട് പോവാ. ഓനെ അവിടുന്ന് പിടിക്കാൻ നമുക്ക്. ഷിൻജാനെ നീ ഇവിടെ നിക്കട്ടെ, ഞങ്ങൾ ഇപ്പൊ വരെ വണ്ടി കൊണ്ട് ഇപ്പൊ വരാം. ഞങ്ങളൊക്കെ ഓനെ സ്കെച്ച് ഇട്ട് ഇച്ചിരിക്കായിരുന്നു. ഓന്റെ മേത്തൊരു കേസ് ഇല്ലാത്തോണ്ട് ഞങ്ങൾ പിടിക്കാറുണ്ട്. ഇപ്പൊ എന്തായാലും ഓന്റെ മേത്തൊരു കേസ് ഇട്ടിട്ടുണ്ട്. ഓനെ പിടിച്ചിട്ട് നല്ല പൊട്ടിക്കൽ പൊട്ടിക്കാണ്ട്. അല്ല മക്കളെ, നിങ്ങളോട് കാര്യം പറയണ്ട്. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താ, പിന്നെ ഈ വീഡിയോക്ക് ലൈക്ക് അടിച്ചാ, എന്തെങ്കിലും കമന്റ് ചെയ്താ, ഒന്നും ചെയ്തില്ലല്ലോ. ഇതൊക്കെ വേഗം പോയി ചെയ്തോ, എന്നാലേ കള്ളരെ നമുക്ക് കിട്ടുള്ളൂ. എന്റെ പൊന്നാരെണ്ണ, നമ്മളെ ഈ കഷ്ടപ്പെട്ട് ഈ വണ്ടി അടിച്ചു മാറ്റി കൊടുത്തിട്ട് നിങ്ങൾ എന്ത് പറയുന്നത്? 3 കോടി തരാൻ പറ്റിച്ച തായെണ്ണ, നിങ്ങൾ എന്താണ് ഈ കാണിക്കുന്നത്? പയ്യൻസേ, നമുക്ക് 3 കോടി തരാൻ പറ്റില്ലടൂ. 2 കോടി അത് തരാം. 1 കോടി എക്സ്ട്രാ ഇല്ലേ? 1 കോടിയെങ്കിൽ വരില്ല, 2 കോടിയെങ്കിൽ 2 കോടി. അതിങ്ങോട്ട് തടി. ഞാൻ ഇവിടുന്ന് പോട്ടെ. ആ ഫ്രാങ്ക്ലി വന്നിട്ട് മുമ്പേ ഞാൻ പോട്ടെ. എന്നിട്ടേ നിങ്ങളും സ്ഥലം മുട്ടേ വണ്ടി എടുത്തിട്ട്. എടാ പയ്യൻസേ, നമ്മള് ക്യാഷ് ഗൂഗിൾ പേ ചെയ്തോണ്ട. നീ ഇവിടെ നിക്ക്. എന്ത് പേലും വേണ്ടില്ലേ, ഞമ്മക്ക് ക്യാഷ് കിട്ടിയാ മതി. ക്യാഷ് കിട്ടൂലേ? ആടാ പയ്യൻസേ, നീ വേജാറാവല്ലേ, ക്യാഷ് വരെ. അപ്പൊ ഇതായിരുന്നാലും ഇവന്റെ കയ്യിലിരിപ്പ് ശരിയാക്കി കൊടുത്തരണ്ടേ. എവിടെ എന്റെ ഗണ്ണ്? നമുക്കൊരു കാര്യം ചെയ്യാം, മെല്ലനെ കൊനിഞ്ഞിരുന്ന് പോയിട്ട് ഓനെ തീർക്കാം. എന്റെ കയ്യിലിരിക്കണ ഗണ്ണിന്റെ പവർ ഓനക്ക് അറിയില്ല. ഓൻ കണ്ടുപ്പത്തിന് ഓനെ തീർക്കാം. ഈയൊക്കെ എന്റെ വണ്ടി എടുത്തോണ്ട് മറച്ചു വെക്കാനായില്ലടാ. എത്ര ധൈര്യം ഉണ്ടോ നിനക്കൊക്കെ? അയ്യോ പയ്യൻസേ, ഇന്നെ വെറുതെ വിടുക. ഞാനിതിലൊന്നുമില്ലേ. ഇവൻ എനിക്ക് വണ്ടി കൊടുന്നെന്ന് അത്ര മാത്രമേ ഞാൻ അറിഞ്ഞിട്ടുള്ളൂ. വേറൊന്നും എനിക്കറിയില്ല. ക്യാഷ് കൊടുക്കാൻ പോകുമ്പോത്തിന് നീ അവനെ തീർത്ത്. അയ്യോ ഓടിക്കോ.
പയ്യൻസേ ഇവനെ തീർക്കാൻ വരുന്നേ. ഓനെ ഓടിയതുകൊണ്ട് ഓൻ രക്ഷപ്പെട്ട്, അല്ലെങ്കിൽ എന്റെ ഈ കയ്യിലിരിക്കണ ഗണ്ണിന്റെ ഉണ്ട് ഓന്റെ തലയെ കൂടെ തുളഞ്ഞു കയറിയിരുന്നു. ആ പോട്ടെ, എന്തേലും വണ്ടി കിട്ടിയില്ലേ, നമുക്ക് വണ്ടിക്ക് എന്തേലും പറ്റിക്കണാന്ന് പോയി നോക്കാം. പിന്നെ സാറെ അറിയാണ്ട് ഓന്റെ തലേക്കൊന്ന് ജസ്റ്റ് ഒന്ന് വെടി വെച്ചിട്ടുണ്ട്. അത് സീനുണ്ടാ? എടാ അതൊന്നും സീനില്ലടാ, ഓനെ ഞങ്ങൾ പിടിച്ചാൽ എന്തായാലും ഓനെ നീയായിട്ട് എന്തായാലും തീർത്തുകൊണ്ട് സീനില്ല. അതൊന്നും നമുക്ക് വലിയ പ്രശ്നമുള്ള കാര്യമില്ലടാ. എന്തായാലും ഞാൻ പോട്ടാ, എന്റെ ഡ്യൂട്ടിക്ക് കയറേണ്ട ടൈം ആയിട്ടുണ്ട്. എന്നാ വാസുസാറേ, എന്നാ ശരി, എന്നാ നമുക്ക് പിന്നൊരിക്കൽ കാണാം. ഓക്കടാ ഫ്രാങ്ക്ലിനെ, ഞാൻ പോട്ടെ. ഗൈസ്, നമ്മൾ ഈ വാസു സാറിന് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് കൊടുക്കണം. നിങ്ങൾ എന്തായാലും ഒരു പണി ചെയ്യും, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഈ വീഡിയോക്ക് ഒരു ലൈക്ക് അടിച്ചിട്ട് കമന്റ് ചെയ്യുക. നമ്മൾ വാസു സാറിന് എന്ത് ഗിഫ്റ്റാണ് കൊടുക്കേണ്ടത് വെച്ചാൽ കമന്റ് ചെയ്യുക. അതിൽ നിന്ന് ഒരു കമന്റ് എടുത്തിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ ആ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ നമ്മൾ വാസു സാറിന് കൊടുക്കുന്നതായിരിക്കും. നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് അടിച്ച് ശേഷം കമന്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോക്ക് ലൈക്ക് അടിക്കാത്തൊരു കമന്റ് ഞാൻ സെലക്ട് ചെയ്യില്ല, ചെയ്തൊരു കമന്റ് മാത്രമേ ഞാൻ സെലക്ട് ചെയ്യുള്ളൂ. എന്താ പിന്നെ നോക്കിക്കണ്, പോയി കമന്റ് ചെയ്തോട്. നിങ്ങളെല്ലാവരും കമന്റ് ചെയ്തിട്ട് അതിൽ നല്ലൊരു ഗിഫ്റ്റ് ആരാണോ കമന്റ് ചെയ്യുന്നത് അയാളെ കമന്റ് ചെയ്യാൻ പിൻ ചെയ്ത് വെച്ചിട്ട് അടുത്ത വീഡിയോയിൽ ആ ഗിഫ്റ്റ് തന്നെ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, ബൈ.